എൻ്റെ വൈഫ് ഹൗസ് കൊടിഞ്ഞിലൊരു സ്ത്രീ. ആ സ്ത്രീ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു എന്നോട്, ഞാൻ ഈ അടുത്തത് പറഞ്ഞതാണ് കിഡ്സിന്റെ പരിപാടി. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ കുട്ടീനെ കൊണ്ടുപോയിട്ട് ആ കുട്ടി മരിക്കണം 2 വർഷമാകുമ്പോൾ അവിടെ നിന്ന് പ്രസവിച്ച് ആ മരം കൊണ്ടുപോയിട്ട് മൂച്ചിയാണ്, മാവാണ്, മൂച്ചി എന്ന സ്ഥലത്തിൻ്റെ ഭാഷകൾ. ആ മാവ് കുഴിച്ചിട്ടിട്ട് അത് വളർന്നിട്ടുണ്ട്, നല്ലപോലെ കുട്ടി മരിച്ചു പോയി. എൻ്റെ ഹാർട്ടിന്റെ അസുഖമാണ്, ആക്സിഡന്റ്, രണ്ടാമത് എനിക്കത് ഓർമ്മയില്ല, ഞാൻ കൂടുതൽ ചോദിക്കാതില്ല. ആ സ്ത്രീയുടെ ശബ്ദം മാറി, ആ കുട്ടി മരിച്ചു പോയി. പക്ഷെ ആ മാവിനെ ആ സ്ത്രീ നോക്കുന്നത് ആ കുട്ടിനെ നോക്കുന്നതിനേക്കാളും ഭയങ്കര എന്താ പറയാ, ആ എമോഷൻ അവർ പറയുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഭാര്യനോട് വന്നു, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് കേൾക്കാറുണ്ട്. അഞ്ജനത്തൈമാവിൽ ഞാൻ ആദ്യത്തെ മരുന്നിട്ട് ആദ്യത്തെ പഴം വീഴെ അമ്മതൻ ചുടു കണ്ണീർ ഉതിർന്നു വീണു. അല്ല എന്താ, എനിക്ക് ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ മനസ്സിലതാ ഫീൽ ചെയ്തു. അത് 2 ദിവസം 4 ദിവസം എൻ്റെ ഭയങ്കരമാണ്. എനിക്ക് ആ പദ്യം കംപ്ലീറ്റ് ഒന്ന് യൂട്യൂബിൽ നിന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ആ കംപ്ലീറ്റ് പഠിക്കാൻ സമയം കിട്ടില്ല. ഞാൻ പറഞ്ഞ ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കുട്ടിയാണ് ആ സത്യത്തില് ആ മരം ആ സ്ത്രീ. ഇപ്പൊ ഞാന് അത് ഒരു 4 വർഷങ്ങളും കഴിഞ്ഞിട്ടുണ്ടാവും. ഈയുടെ അടുത്ത് ആ സ്ത്രീ എൻ്റെ അടുത്ത് വന്നു. ആ മരത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല, പക്ഷെ ആ സ്ത്രീനെ കണ്ടപ്പോ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അന്ന് ഞാൻ ഭാര്യനോടൊന്ന് പറഞ്ഞു, ആ കവിത ഒന്ന് എഴുതി തരണ്ട്. അവളവിടെ ഇരിക്കുന്നുണ്ട്, 4 ദിവസം മുന്നേ എനിക്ക് എഴുതുന്നില്ല. ഞാൻ പറയണേ ഇമോഷൻസ്, അറ്റാച്ച്മെന്റ്സ് അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവണതല്ല. അത് നമ്മൾ ചെയ്യുന്ന ചൈതികളിൽ നല്ലതാണെങ്കിൽ അത് ദൈവമായിട്ടൊരു മാർഗം കാണിച്ചു. നമ്മള് ഒരു സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണ്, നമ്മുടെ സ്ഥാപനം നല്ലതാണ്, അതിന് കാശ് കിട്ടുക എന്നുള്ളത് 2ാമത്തെ മാത്രം, അല്ലെങ്കിൽ 3ാമത്തെ മാത്രം. നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കൂ, ഡോക്ടർ ബി എന്നുള്ള വലിയൊരു പ്രസ്ഥാനമായി മാറി. എന്നിട്ട് ശബരിമല സീസണിൽ അയ്യപ്പന്മാർക്ക് മൊത്തം ഡോക്ടർ ബി ഫുഡ് കൊടുക്കുന്നു വഴിയിൽ. എന്താ നമുക്ക് കൊടുക്കാൻ പറ്റില്ല? നിങ്ങൾക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല? ഇവിടെ എന്ത് സാഹചര്യമുണ്ടോ മനുഷ്യന്മാർ തമ്മിൽ? നിങ്ങൾക്ക് എന്താ ക്രിയേറ്റ് ചെയ്തില്ല? ഒരു പ്രളയം വരുമ്പോ അവിടെ വഴക്ക് കൂടി ഗവൺമെന്റും മറ്റും കേന്ദ്രം തരണോ മറ്റും തരണോ എന്നതിന് പകരം അവിടുത്തെ ഫുഡ് 2 മാസം എന്നാ പ്രളയം തീരുന്നത് അതുവരെ ഡോക്ടർ ബിക്ക് എന്തുകൊണ്ട് ഏറ്റെടുത്തു? അതാണ് സിഇഒ പറഞ്ഞത്, നിങ്ങൾ സർവീസ് ചെയ്ത് കൊടുക്കാതെ നിങ്ങൾ സെയിലാക്കില്ല. കടയിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം വെക്കുന്നതിന് പകരം ഈ പ്രൊഡക്റ്റ് നിങ്ങൾ അവരെ അലമാറയിൽ നിന്ന് പാക്ക് ചെയ്ത് കൊടുത്തു. അയാൾ വേണ്ടെന്ന് പറയും, നിങ്ങൾ പൊടിയും തട്ടി കൊടുത്തോളൂ. അത് സെക്രട്ടറി സാർ പറയുന്നത്, നിങ്ങള് അവരുടെ ആ പ്രൊഡക്റ്റ് ഒന്ന് വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടേതായിട്ടില്ല, ഡോക്ടർ ബിന്റെ അല്ല, മറ്റുള്ളതും സഹായിച്ചു കൊടുത്തോക്കുന്നേ അവർ നിങ്ങളെ പ്രൊഡക്റ്റ് എടുക്കുന്നു. ഇതൊന്നും അല്ലാത്ത രീതിയിൽ വിശ്വാസം പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളെല്ലാവരും നമ്മളെ ഫോക്കസ് ചെയ്യും, എല്ലാവരും നിങ്ങളും പ്രത്യേകിച്ച് SFA എല്ലാവരും ഓടിക്കും, ആരും എവിടേക്ക് എങ്ങനെ നീങ്ങുന്നു. പക്ഷെ പറയത്തില്ല, അത് SFA എല്ലാവരും പഠിക്കണം, എല്ലാവരും ഉപയോഗിക്കണം എന്ന് പറയുന്നതിന്റെ മാനേജ്മെന്റ് പറയുന്നതിന്റെ റീസൺ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉറപ്പിക്കുന്നില്ല. ഞാൻ ഈ വീഡിയോ വെക്കാൻ കാരണം ഇന്ന് നിങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്ത് അത്യാവശ്യമായിട്ട് 1-2 പരിപാടികൾ അതുകൊണ്ട് പോയേ പറ്റും, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമാണ്. സുഹാസ് ഇപ്പൊ പറഞ്ഞ പോലെയുള്ള വാക്കുകൾ എനിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കണം. പക്ഷെ അത്യാവശ്യമായിട്ട് പോയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എനിക്കിത് കംപ്ലീറ്റ് ഞാനിത് ഫീഡ് ചെയ്യും, ഞാനിത് നോക്കും ആരൊക്കെ എന്തൊക്കെയാണ്. ഞാൻ പറയുന്നത്, ഡോക്ടർ ബിയുടെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചങ്ക് കുറച്ച് തരും. ഒരു സംശയം വേണ്ട, നിങ്ങൾ ആരും സാലറി വാങ്ങരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹം. അതിന് പകരം നിങ്ങൾ ഇൻസെന്റീവ്സ് വാങ്ങുക. സാലറി നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കാൻ പറ്റും. നിങ്ങളെ ചെറുപ്പക്കാരാണെങ്കിലും വലിയവരാണെങ്കിലും നിങ്ങൾ കിട്ടുന്ന ഒരു സാലറി 1000 രൂപ നിങ്ങൾ അച്ഛൻ്റെ അക്കൗണ്ടിൽ, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അൽമോസ്റ്റ് തരും നിങ്ങളുടെ സാലറി. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ, അച്ഛൻ്റെ മുന്നില്ല, അച്ഛൻ അങ്ങനെ എനിക്കറിയാം, അച്ഛന് നിങ്ങളുടെ സാലറി തരുമ്പോൾ അത്ര ഇഷ്ടമുണ്ടാകും, അത് അമ്മ കൊടുത്തു.